ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പൂനെയിൽ നിന്ന് മഹാബലേശ്വറിലേക്കാണ് യാത്ര. പൂനെ മഹാരാഷ്ട്രയിലെ ഡെക്കാൻ പീഠഭൂമിയിലെ ഒരു നഗരമാണ് പൂനെ. ഇവിടെ നിന്ന് 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മഹാരാഷ്ട്രയിലെ ഹിൽ സ്റ്റേഷനായ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന മഹാബലേശ്വർ എന്ന ഹിൽ സ്റ്റേഷനിലേക്ക് എത്താം. ഏകദേശം 3.5 മുതൽ 4 മണിക്കൂർ വരെയുള്ള ഒരു യാത്രയുണ്ട് ഈ മഹാബലേശ്വറിലേക്ക്. NH 48 യാത്ര. പഞ്ചഗണി റൂട്ടിലൂടെയാണ് ഞാൻ യാത്ര തിരഞ്ഞെടുത്തത്. ഇതൊരു മികച്ച അനുഭവമാണ്. പൂനെ തൊട്ട് പൂനെ, കാത്രേജ്, ഷിർവാൾ, പഞ്ചഗണി, മഹാബലേശ്വർ അവിടേക്ക് നമുക്ക് എത്താം. ഈ റൂട്ടാണ് നല്ലത്. നല്ല മനോഹരമായ മലയോര കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. മലനിര കാഴ്ചകൾ, പ്രധാന സ്ഥലങ്ങൾ ഗണ്ടാള ഘട്ട്, മാപ്രോ ഗാർഡൻ, ടേബിൾ ലാൻഡ് പഞ്ചഗണിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു വഴിയുണ്ട്, പക്ഷേ യാത്ര കുറച്ച് ദുർഘടം പിടിച്ചതാണ്. ആകർഷകമായ പാതയാണ്. അവിടെ വെള്ളച്ചാട്ടങ്ങളുമെല്ലാം കണ്ടുള്ള ഒരു യാത്ര. സാഹസിക യാത്രാപ്രേമികൾക്ക് അനുയോജ്യമായ മറ്റൊരു പാതയുമുണ്ട്. പഞ്ചഗണിയിലെ ടേബിൾ ലാൻഡ് സന്ദർശിക്കേണ്ട സ്ഥലമാണ്. അതുപോലെ തന്നെ മാപ്രോ ഗാർഡൻ, ഇതും ഒരു പ്രശസ്തമായ സ്ഥലമാണ്. മഹാബലേശ്വർ എത്തിയാൽ ബെന്ന തടാകം, പ്രതാപ്ഗഡ് കോട്ട, ഒരു ചരിത്രപരമായ ഒരു കോട്ടയാണിത്. അതുപോലെ തന്നെ എലിഫൻ്റ് ഹെഡ് പോയിൻ്റ്, ഇതും മനോഹര കാഴ്ച നമുക്ക് സമ്മാനിക്കും. അതുപോലെ ധാരാളം സ്ട്രോബെറി ഫാമുകളൊക്കെ ഇവിടെ വഴിനീളെ നമുക്ക് കാണാൻ പറ്റും. റോഡ് ട്രിപ്പ് ആസ്വദിക്കുന്നവർക്ക് ഈ ട്രിപ്പ് ഒരു പ്രകൃതി രമണീയവും ഉന്മേഷപൂർണവുമായ ഒരു യാത്രയാണ് പ്രദാനം ചെയ്യുന്നത്. പൂനെയിൽ നിന്ന് രാവിലെ തന്നെ ഞാൻ യാത്ര ആരംഭിച്ചു. ഞാൻ ഇപ്പോൾ യാത്ര ചെയ്തതിൽ ഏറ്റവും ട്രാഫിക് ബ്ലോക്കും ബുദ്ധിമുട്ടുമുണ്ടാക്കിയ നഗരമാണ് പൂനെ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ യാത്ര പൂനെയിൽ നിന്ന് ആരംഭിച്ചു. പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് മഹാബലേശ്വർ. കൃഷ്ണ നദി ഫലഭൂയിഷ്ടമാക്കുന്ന കൃഷിയിടങ്ങളാണ് ഈ മലമടക്കുകളുടെ താഴെ കാണുന്നതെല്ലാം തന്നെ. സഹ്യാദ്രി മലനിരകളുടെ മുകളിൽ സുഖകരമായ കാലാവസ്ഥയുള്ള ഒരു പ്രദേശം കൂടിയാണ് മഹാബലേശ്വർ. കൃഷ്ണ നദിയുടെ ഉത്ഭവവും മഹാബലേശ്വറിൽ നിന്നാണ്. മഹാരാഷ്ട്ര സംസ്ഥാനത്തെ സത്താറ ജില്ലയിലെ ഒരു മുനിസിപ്പൽ പട്ടണം കൂടിയാണ് മഹാബലേശ്വർ. 800 വർഷമായി ഹൈന്ദവ തീർത്ഥാടകർ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. കൃഷ്ണ നദിയുടെ ഉത്ഭവം ഇവിടെ നിന്നായതിനാലാണ് ധാരാളം ഹൈന്ദവ തീർത്ഥാടകർ ഇവിടെ എത്തുന്നത്. ഇവിടം ശിവജിയുടെ പ്രശസ്തമായ ഒരു കോട്ടയുണ്ട്. പ്രതാപ്ഗഡ് കോട്ട സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് ഇവിടം. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവരുടെ പ്രധാന സുഖവാസ കേന്ദ്രം കൂടിയാണ് ഇവിടം. റോഡിൽ കുറച്ച് വലിയ വാഹനങ്ങളെല്ലാം പോകുന്നുണ്ട്. എന്നിരുന്നാലും വാഹനങ്ങൾ ഇന്ന് കുറവാണ്. പൂനെ സിറ്റിയിൽ ഭയങ്കര ട്രാഫിക്കൊക്കെ ഉള്ള വലിയ ഒരു സിറ്റിയാണ്. ഈ പോകുന്ന വഴി ഒരു സിംഗിൾ വേ വഴിയാണ്. മറ്റു വഴി അപ്പുറത്തെ ഭാഗത്തെ കൂടെയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ഒരു പർവ്വതം കയറി നിരപ്പായ ഒരു പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കവത്തെ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ചെറിയ ഒരു പട്ടണമാണ്. കവത്തെ ഇവിടെ ആകെ 3700 കുടുംബങ്ങളാണ് വസിക്കുന്നത്. ഇവിടെ വലിയൊരു പഞ്ചസാര മില്ല് ഇവിടെ അടുത്ത് തന്നെയുണ്ട്, പഞ്ചസാര ഫാക്ടറി. ഇവിടം ധാരാളം ചെമ്മരിയാടുകളെ വളർത്തുന്നു ഇവിടുത്തെ ഗ്രാമവാസികൾ. അതുപോലെ കാലി വളർത്തലും ധാരാളമുണ്ട്. ഇവിടങ്ങൾ കൂടുതലായും എരുമകളെയാണ് വളർത്തുന്നത് കാണാൻ സാധിച്ചത്. ഇവിടെയെല്ലാം തന്നെ ഈ നിരപ്പായ പ്രദേശങ്ങളിലെല്ലാം തന്നെ ധാരാളം സ്ട്രോബെറി കൃഷി നടത്തുന്ന പ്രദേശമാണ്. ബാക്കിയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ കരിമ്പ് കൃഷിയുമുണ്ട്. പഞ്ചസാര മില്ലുകൾ ഉണ്ടാവുന്നിടത്ത് ഏതായാലും കരിമ്പ് കൃഷി ഉണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ. ഈ സൈഡിൽ കാണുന്ന മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഈ പെട്ടി പോലെയുള്ളതെല്ലാം തന്നെ ട്രാക്ടറുകളിൽ അവർ കരിമ്പ് നിറച്ച് ഈ പെട്ടികൾ അതിൽ കൊളത്തിയിട്ട് 8ഉം 10ഉം ഇതുപോലെയുള്ള പെട്ടികളിൽ കരിമ്പ് നിറച്ചാണ് ഇങ്ങനെ കരിമ്പ് ഫാക്ടറികളിലേക്ക് പോകുന്നത്. നമുക്ക് വഴിനീളെ കാണാൻ സാധിക്കും കരിമ്പ് വിളവെടുക്കുന്ന സീസണിൽ. ഞാനിത് കർണാടകത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ കണ്ടതാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഇനി വരുമ്പോൾ കാണിക്കാം.
അങ്ങനെ കവത്തെ എന്ന് പറയുന്ന ഈ കൊച്ചു പട്ടണത്തിലേക്കൂടെ പോവുകയാണ്. ഇത് ഇവിടുത്തെ ഒരു പബ്ലിക് ഹെൽത്ത് സെൻ്ററാണ്, PHC ആണ് കണ്ടത് കവത്തയിലെ. അങ്ങനെ ഒരു ചെറിയ ഒരു പട്ടണം എന്ന് തന്നെ പറയാം. ഇവിടുത്തെ ഗ്രാമവാസികളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ അവർ എത്തുന്ന ചെറിയൊരു സ്ഥലം. അതിനോടനുബന്ധിച്ച് തന്നെ ചെറിയ ചെറിയ ഇവിടുത്തെ ഈ ടൗൺഷിപ്പിൽ ഷോപ്പുകളൊക്കെ നടത്തുന്നവരുടെ ചെറിയ വീടുകളുമെല്ലാം തന്നെയായി ഒരു കൊച്ചു ടൗൺ എന്ന് തന്നെ പറയാവുന്ന ഒരു ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഈ ടൗൺ കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലൂടെയാണ് നമ്മുടെ യാത്ര. കൂടുതലും യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയ പശ്ചിമഘട്ട മലനിരകളാണ്. അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ റോഡ് സൈഡിലെല്ലാം തന്നെ ഈ കൈവരികളിലൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. റോഡും പരിസര പ്രദേശവുമെല്ലാം ഇവിടെ വൃത്തിയായി സൂക്ഷിക്കുന്നു. റോഡിന് ഇരുവശവും നമ്മുടെ നാട്ടിലെ പോലെ തെങ്ങൊക്കെ കാണാം. നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറിയ ഗ്രാമങ്ങളിലുള്ള പോലെ തന്നെ ആലിൽ നിന്നെല്ലാം ധാരാളം വേടൊക്കെ ഇറങ്ങി ഒരു ഗ്രാമീണ ഒരു അന്തരീക്ഷത്തിലൂടെയുള്ള യാത്രയിലാണ്. ഈ പ്രദേശത്തെ കാലാവസ്ഥ സ്ട്രോബെറി കൃഷിക്ക് അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ മൊത്തം സ്ട്രോബെറി കൃഷിയുടെ ഉൽപ്പാദനത്തിൻ്റെ 85% മഹാബലേശ്വറിൽ നിന്നാണ് എന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. ഇവിടെ വഴിയരികിലൊക്കെ ധാരാളം കരിമ്പ് കൃഷിയുമുണ്ട്. മൺസൂൺ സമയത്ത് കനത്ത മഴ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ കാണുന്ന ഇതുപോലെ ഈ സാരി പോലെയുള്ള അല്ലെങ്കിൽ ഈ തുണി, ഈ കളർഫുള്ളായിട്ടുള്ള തുണി മറച്ച് കെട്ടി വെച്ചിരുന്ന് അതിൻ്റെ ഉള്ളിലെല്ലാം തന്നെ സ്ട്രോബെറി കൃഷി നടത്തുന്ന പ്രദേശങ്ങളാണ്. സ്ട്രോബെറി ഇപ്പോൾ വിളവെടുക്കുന്ന ഒരു സമയമല്ല, അല്ലെങ്കിൽ അത് നമുക്ക് കാണാമായിരുന്നു. ഞാൻ പോകുന്ന സമയം അതിൻ്റെ വിളവെടുപ്പ് സമയമല്ല. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് കൃഷ്ണ നദിയുടെ പോഷക നദികൾ ഇതിലൂടെ ഒഴുകുന്ന പ്രദേശം കൂടിയാണ്. കൊയ്ന, വേണി, ഗായത്രി, സാവുത്രി എല്ലാം തന്നെ ഈ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ഇതിൽ സാവുത്രി ഈ നദി മാത്രം പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഈ കൃഷ്ണ നദി മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന നദി കൂടിയാണ്. അതിൻ്റെ ഉത്ഭവവും മഹാബലേശ്വർ മേഖലയിൽ നിന്ന് തന്നെയാണ്. ഇതെല്ലാം തന്നെ ഈ ഭാഗത്തെ വളരെ പ്രകൃതിരമണീയമായ താഴ്വാരങ്ങളാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയ പശ്ചിമഘട്ട മലനിരകളാണ് ഇതെല്ലാം. 7500 ഇനത്തിൽപ്പെടുന്ന പുഷ്പിക്കുന്ന സസ്യങ്ങളും 150ഓളം സസ്തനി വിഭാഗത്തിൽപ്പെട്ട ജീവികളും 510 സ്പീഷ്യസിലുള്ള പക്ഷികളും 300 വിഭാഗത്തിൽപ്പെട്ട ശുദ്ധജല മത്സ്യങ്ങളും ഉൾപ്പെടെ വലിയൊരു ആവാസ വ്യവസ്ഥയുടെ ശൃംഖല കൂടിയാണ് ഇവിടം. പശ്ചിമഘട്ട മലനിരകൾ ജൈവവൈവിധ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ മലനിരകൾ. അങ്ങനെ എന്തുകൊണ്ടും പ്രകൃതിരമണീയമായ ഈ മലമ്പാതയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു പ്രമുഖ സുഖവാസ കേന്ദ്രം കൂടിയാണ് മഹാബലേശ്വർ. അതുപോലെ തന്നെ പഞ്ചഗണിയിലാണ് ടേബിൾ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മലയുടെ മുകൾ ഭാഗം ഒരു വിസ്മയമായ ഒരു ഗ്രൗണ്ട് പോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ടേബിൾ ലാൻഡ്. അടുത്ത് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, ടേബിൾ ലാൻഡിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഈ പശ്ചിമഘട്ട മലനിരകളിലൂടെ ഈ നല്ല ശുദ്ധവായുവും ശ്വസിച്ച് ഇങ്ങനെയുള്ള യാത്ര എന്തുകൊണ്ടും പൂനെ ടു മഹാബലേശ്വർ പ്രകൃതി രമണീയം മാത്രമല്ല, ഒരു അനുഭവം കൂടിയാണ് ഈ യാത്ര എന്നാണ് എനിക്ക് പറയാനുള്ളത്. മഹാബലേശ്വർ കൊളോണിയൽ ഉദ്യോഗസ്ഥർ വർഷത്തിൽ കുറേ മാസങ്ങൾ ഇവിടെ ചെലവഴിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു. മഹാബലേശ്വറിനടുത്തുള്ള പഞ്ചഗണിയിൽ ബോർഡിംഗ് സ്കൂളുകളെല്ലാം ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ മക്കളെയെല്ലാം തന്നെ ഇവിടെയാണ് അവർ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാര്യമാരുടെ താമസവും മിക്കയിടവും ഇവിടെ തന്നെയായി. അതുകൊണ്ട് കൊളോണിയൽ കാലഘട്ടത്തിൽ ഒരു കുന്നിൻ പ്രദേശത്തെ ഇംഗ്ലീഷ് ഭൂപ്രകൃതി
പോലെ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. അതുകൊണ്ടാണ് യൂറോപ്യൻ സസ്യജാലകങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചത്. അതുപോലെ തന്നെ ലൈബ്രറികൾ, തിയേറ്ററുകൾ, ബോട്ടിംഗ് പറ്റിയ സൗകര്യങ്ങൾ, മൈതാനങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചു. അതുപോലെ പ്രകൃതി ദൃശ്യത്തിനൊപ്പം വർഷം മുഴുവനും മനോഹരമായ കാലാവസ്ഥയുള്ള ഒരു പീഠഭൂമിയാണ് ഈ ഭാഗം. ഈ പീഠഭൂമിയിൽ വറ്റാത്ത നീരുറവുകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം തന്നെ ഇംഗ്ലീഷുകാരെയും പിന്നീട് മറ്റു സഞ്ചാരികളെയും ഇവിടേക്ക് ആകർഷിക്കപ്പെട്ടു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ തന്നെ മഹാബലേശ്വർ ലോകപ്രശസ്തമായ ഒരു ആകർഷകരമായ ഒരു ജനപ്രിയ ഹിൽ സ്റ്റേഷനായി മാറി. അങ്ങനെ ഒത്തിരി ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശം കൂടിയാണ് മഹാരാഷ്ട്രയിലെ ഈ മഹാബലേശ്വർ. മഹാരാഷ്ട്രയിലെ ഗവർണറുടെ വേനൽക്കാല വസതിയായ രാജ്ഭവനും ഇപ്പോൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മഹാബലേശ്വറിലെ ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം. ഈ കാണുന്ന ഈ വണ്ടികളിലെല്ലാം തന്നെ ഇപ്പോൾ മഴയായത് കാരണമാണ് ടൂറിസ്റ്റുകളൊക്കെ ധാരാളം എത്തുന്ന സമയത്ത് ഈ വണ്ടികളിലെല്ലാം കുതിരകളെയോ ഒട്ടകങ്ങളെയോ ഒക്കെ വെച്ച് കെട്ടി ടൂറിസ്റ്റുകളെ ഇതിലൂടെയെല്ലാം സഞ്ചരിപ്പിച്ച് ഉപജീവനം നടത്തുന്ന ധാരാളം ആൾക്കാരിവിടെയുണ്ട്. അപ്പോൾ ഈ ടേബിൾ ലാൻഡ് കാണാൻ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രദേശമാണ്. ഏകദേശം 1-2 കിലോമീറ്റർ വിസ്തൃതിയിൽ ഇത് പരന്നു കിടക്കുന്നു. ഒരു മനോഹര കാഴ്ചയാണിത്. ഈ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ തന്നെ പരന്നു കിടക്കുന്ന ഒരു പ്രദേശത്തെ ടേബിൾ ലാൻഡ് എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് വിളിക്കാൻ സാധിക്കുക? സമുദ്രനിരപ്പിൽ നിന്ന് 4550 അടി ഉയരത്തിലാണ് ഈ ടേബിൾ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ടേബിൾ ലാൻഡ് ആകെ വിസ്തീർണം 100 ഏക്കറിൽ കൂടുതൽ വരും എന്നാണ് പറയുന്നത്. ഇവിടെ ടൂറിസ്റ്റുകൾക്കൊക്കെ ഇതിലെ നടക്കുന്നതിന് വേണ്ടി ഒരു വഴിയെല്ലാം തന്നെ ഇവിടെ മഹാരാഷ്ട്ര ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് വഴി കച്ചവടക്കാർ അത്യാവശ്യം ചോളവുമെല്ലാം ചുട്ടുകൊടുക്കുന്നുണ്ട്. അത് മേടിക്കാൻ വന്ന കുറച്ച് ടൂറിസ്റ്റുകളെയും നമുക്കവിടെ കാണാം. മഴയായ കാരണം ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കോട വീണ് നമുക്ക് പല ദൃശ്യങ്ങളും അപ്രാപ്യമാണ്, കാണാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് മഴ പെയ്യുമ്പോൾ. ഈ ടേബിൾ ലാൻഡിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന ഭാഗമാണ് പഞ്ചഗണി ടൗൺ. പഞ്ചഗണിയിലാണ് ഈ ടേബിൾ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും സ്ട്രോബെറി കൃഷിയെല്ലാം ഉണ്ട്. ഇതാണ് ആ ഡാം സൈറ്റ് കാണുന്നത്. ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ് ഇവിടെയുള്ള ഡാമിൻ്റെ. അങ്ങനെ എന്തുകൊണ്ടും പ്രകൃതി രമണീയമായ ഈ ടേബിൾ ലാൻഡിൽ നല്ല കാറ്റൊക്കെയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ടേബിൾ ലാൻഡ്. ഇവിടെ നിന്ന് താഴത്തേക്ക് അഗാധമായ ഗർത്തമാണ്. ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഈ കൈവരി കടന്ന് ഇങ്ങോട്ട് പോകരുത് എന്ന ഇതിലാണ് ഇവിടെയെല്ലാം തന്നെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം ഇങ്ങനെ കൈവരികളൊക്കെ വെച്ച് എന്തുകൊണ്ടും ഭംഗിയായി നോക്കുന്ന ഒരു പ്രദേശമാണ് എന്ന് നമുക്ക് തോന്നും. ധാരാളം സന്ദർശകർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. ഇവിടെ താഴ്വാരങ്ങളിൽ നെല്ലും ചോളവും തുടങ്ങി മുന്തിരിയും സ്ട്രോബെറിയും വിളയുന്ന കൃഷിയിടങ്ങളെല്ലാം തന്നെ ധാരാളമുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഇവിടുത്തെ ജനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ജനസംഖ്യയുള്ളൂ ഇവിടെ. അവരെന്തുകൊണ്ടും സന്തോഷകരമായ ഒരു ജീവിത രീതി നയിക്കുന്ന ഒരു പ്രദേശമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നത് കാരണം അതിനെ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചെറിയ ബിസിനസ്സുകളെല്ലാം നടത്തി. ഈ കാണുന്ന പോലെ ബേൽപൂരിയും അതുപോലെ ചോളവും അത്യാവശ്യം ചില ഫ്രൂട്ട്സുകളുമെല്ലാം തന്നെ, ഇത് കുക്കുംബറാണ്, അതുപോലെ തന്നെ പേരയ്ക്കയുണ്ട്. അങ്ങനെയുള്ള ഓരോ സാധനങ്ങളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വിൽക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ളവരെല്ലാം കൊണ്ടുവന്ന് ഇവിടെയെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നല്ല കാറ്റൊക്കെയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് മഴയൊന്നുമില്ലെങ്കിൽ നല്ല കാലാവസ്ഥ ഉള്ള സമയത്ത് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രദേശമാണ്. ഇവിടുത്തെ ഈ കാലാവസ്ഥയിൽ ഈ വളരുന്ന, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോബെറിയും മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ അത് പ്രോസസ്സ് ചെയ്ത് വിപുലമായ ഒരു ശേഖരം ഇവർ കടകളിലെല്ലാം തന്നെ പ്രോസസ്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഉണക്കിയതും ജാമുകളും സ്ക്വാഷുകളും ഒക്കെ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളും ഇവിടെ നമുക്ക് കാണാം. ഇവിടം ധാരാളം ബോളിവുഡ് ചിത്രങ്ങളെല്ലാം
ചിത്രീകരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ RRR എന്ന, അതായത് RR എന്ന ചിത്രത്തിൻ്റെ ചില ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെയാണ്. അങ്ങനെ വളരെയധികം ചരിത്ര സംബന്ധിയായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ പഞ്ചഗണി, ടേബിൾ ലാൻഡ്, അതേപോലെ മഹാബലേശ്വർ എല്ലാം തന്നെ. അങ്ങനെ ഇന്ന് ഇവിടെ നിന്ന് മഹാബലേശ്വർ ടൗണിലേക്ക് എത്തണം. അങ്ങനെ ടൗണിലെല്ലാം തന്നെ കണ്ട് വീണ്ടും ഇന്ന് വൈകിട്ടത്തോടെ സത്താറയിലെത്തണം. സത്താറ ഈ മഹാരാഷ്ട്രയിലെ ഈ പഞ്ചഗണിയും അതുപോലെ തന്നെ മഹാബലേശ്വരമൊക്കെ അടങ്ങിയ പ്രദേശത്തിൻ്റെ ജില്ലാ ആസ്ഥാനമാണ്. അവിടെയാണ് ഇന്ന് എനിക്ക് തങ്ങേണ്ടത്. ഇതൊക്കെ പച്ച പുൽ മൈതാനം പോലെ വളരെ ഭംഗിയോടുകൂടി കിടക്കുന്ന, എന്തുകൊണ്ടും രസകരമായ പ്രദേശമാണ് ഈ ടേബിൾ ലാൻഡ്. ഇങ്ങനെ നമ്മൾ വഴിനീളെ ഇങ്ങനെയുള്ള പരന്ന പുൽമേടുകളെല്ലാം നമുക്ക് ഇവിടെ ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ യാത്ര ടേബിൾ ലാൻഡിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ മഹാബലേശ്വർ ടൗണിലെത്തി. ചെറുതായി മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് നല്ല കോടയും ഇറങ്ങിയിട്ടുണ്ട്. പരസ്പരം ആൾക്കാരെ കാണാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് നേരെയാണോ മഹാബലേശ്വർ ടൗണിലേക്ക്, അതോ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണോ എന്നറിയാൻ വേണ്ടി വണ്ടി ഒന്ന് സ്ലോ ആക്കി. അപ്പോൾ അവിടെ റൂം വേണോ എന്ന് പറഞ്ഞൊരു ഗൈഡ് അടുത്തുകൂടി. പക്ഷേ ഞാൻ സത്താറയിലാണ് താമസിക്കുന്നത്, ഇവിടെ ഇന്ന് താമസിക്കുന്നില്ല എന്ന് പറഞ്ഞ കാരണം ഗൈഡ് എനിക്ക് യഥാർത്ഥ വഴി തന്നെ കാണിച്ചു തന്ന് എന്നെ സത്താറ ടൗണിലേക്കല്ല, മഹാബലേശ്വർ ടൗണിലേക്ക് എന്നെ യാത്രയാക്കി. ഇവിടെ ഒരു ഒത്തിരി ഫാസ്റ്റ് ഫുഡ് കടകളൊക്കെയുള്ള ഒരു സ്ട്രീറ്റിൽ കൂടെയാണ് ഞാൻ അങ്ങനെ മഹാബലേശ്വർ ടൗണിലേക്ക് പോകുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിലെ ഒത്തിരി ബിൽഡിങ്ങുകളും നിർമ്മിതികളും എല്ലാം തന്നെ ഇവിടെ കാണാം. ഇവിടെയെല്ലാം നല്ല കോടയുള്ള കാരണം, മഴയൊക്കെയുള്ള കാരണം ആൾക്കാർ, ടൂറിസ്റ്റുകളെല്ലാം തന്നെ റൂമുകളിലേക്ക് അല്ലെങ്കിൽ അവരെടുത്തേക്കണ റിസോർട്ടുകളിലേക്ക് മടങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെയൊന്നും അധികം തിരക്ക് കാണാനില്ല. അങ്ങനെ ഇതിലെയെല്ലാം തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇവിടെ നിന്ന് ഇന്ന് വീണ്ടും എനിക്ക് യാത്ര പോകണം. ഇന്ന് മഹാബലേശ്വറിൽ ഒരു ദിവസം താമസിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ നമ്മുടെ സമയത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ സത്താറയിലേക്ക് തന്നെ യാത്ര തിരികെയാണ്. അങ്ങനെ ഈ മഹാബലേശ്വർ ടൗണിലൂടെയുള്ള ഈ ചെറിയ യാത്രയാണ്. ഇവിടെയെല്ലാം തന്നെ ആൾക്കാർ അത്യാവശ്യം തണുപ്പുള്ള കാരണം തണുപ്പ് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പർച്ചേസിനും മറ്റുമായി. അങ്ങനെ കുറച്ച് തിരക്കൊക്കെയുണ്ട്, ധാരാളം തിരക്കില്ലെങ്കിലും ചെറിയതായിട്ടുള്ള തിരക്കുകളെല്ലാം തന്നെ ഉണ്ട്. അങ്ങനെ ഈ കാഴ്ചകളും കണ്ട് നമ്മൾ വീണ്ടും മഹാബലേശ്വറിൽ നിന്ന് സത്താറ പോവുകയാണ്. നാളെ സത്താറയിലെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.